ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, അങ്ങനെ ആം ആദ്മി പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അഥവാ ഇന്ത്യ മുന്നണിയും രണ്ടും രണ്ടു വഴിക്കായി അല്ലേ? അരുൺകുമാർ, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തു തന്നെ ആം ആദ്മി പാർട്ടിയും ഇന്ത്യ സഖ്യവും തമ്മിൽ ഒരു അകൽച്ച രൂപപ്പെടുന്നു. അതിന് പിന്നാലെ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു സഖ്യമായി മത്സരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു. ഒടുവിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതിനുശേഷം പലപ്പോഴായി പലതരത്തിലുള്ള പ്രസ്താവനകൾ രണ്ട് പാർട്ടിയും എതിരെ പറയുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഇപ്പോൾ ഇന്ന് രാവിലെ പുറത്തു വന്ന വാർത്തയനുസരിച്ച് ആം ആദ്മി പാർട്ടി പൂർണ്ണമായും ഇന്ത്യ സഖ്യത്തിന് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായി തന്നെ പാർട്ടിയുടെ നിലപാടായി വരികയും ചെയ്യുന്നുണ്ട്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനമായിരുന്നു ഇന്ത്യ സഖ്യം എന്നുള്ളതാണ് AAPയുടെ നിലപാട്. മറ്റിടങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനമാണ് പാർട്ടിയുടേത് എന്നും പറയുന്നു. ഇതിനൊപ്പം തന്നെ AAPയുടെ വക്താവ് അനുരാഗ് ഖണ്ഡയുടെ ഒരു പ്രതികരണം വളരെ പ്രധാനമായി ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ വലിയ ചർച്ചയാകുന്ന ഒരു പ്രതികരണമാണ്. കോൺഗ്രസും BJPയും തമ്മിൽ അവിശുദ്ധ രഹസ്യ കൂട്ടുകെട്ട് ഉണ്ട് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അനുകൂലമാകുന്ന പ്രസ്താവനകൾ മാത്രമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. പകരം രാഹുൽ ഗാന്ധിയെ ED കേസുകളിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലൊരു രഹസ്യ ബന്ധം കോൺഗ്രസും BJPയും തമ്മിലുണ്ട് എന്ന വിമർശനം കൂടി AAP ഉന്നയിക്കുന്നു. ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പുകൾ, പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് വരാനുണ്ട്, വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനമാണ് തങ്ങൾ എടുക്കുന്നത് എന്നുകൂടി AAP നിലപാട് വ്യക്തമാക്കുന്നു. ഇന്ന് അതിനെപ്പറ്റി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം കൂടി വന്നിരുന്നു. 2024 ഉണ്ടാക്കിയ സംവിധാനമാണ്. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് പോകേണ്ട സാഹചര്യങ്ങളിലൊക്കെ AAPയുമായി ചേർന്ന് ഒരുമിച്ച് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും എന്നതായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനായി ഒരു പാർലമെന്റ് സമ്മേളനം പ്രത്യേകമായി വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യത്തിലെ MPമാർ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ആ കത്തിൽ ഒപ്പുവയ്ക്കാൻ AAP തയ്യാറായിരുന്നില്ല. പകരം തങ്ങൾ സ്വന്തം നിലയ്ക്ക് കത്തയച്ചുകൊള്ളാം എന്നുള്ളതായിരുന്നു നിലപാട്. ആ രൂപത്തിൽ തന്നെ കൃത്യമായ അകൽച്ച അത് നിലപാടായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് AAP. അരുൺ, താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.